ജമ്മു കശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ ഭീകരവാദികളെ വധിച്ചെന്ന് സ്ഥിരീകരിച്ച സൈന്യം ഏറ്റുമുട്ടലിൽ എൽഇഡി ടിആർഎഫിന്റെ പ്രാദേശിക കമാൻഡർ ഉൾപ്പെടെ 3 തീവ്രവാദികളെ വധിച്ചെന്നും സൈന്യം കൊല്ലപ്പെട്ടവർ സമീപകാല ഭീകരപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് കൂടിയുണ്ട്. സ്വാതി, തിരിച്ചടി അത് അതീവ ശക്തിയോടെ തന്നെ സൈന്യം നൽകി എന്നതിന്റെ ഉദാഹരണമല്ലേ? വർഷ ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ ഭീകരവാദികളുമായി ഏറ്റുമുട്ടൽ കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ഏകദേശം 13-ാം തീയതിയാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടൽ നടക്കുകയും 3 ഭീകരരെ കൊല്ലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സൈന്യത്തിന്റെ സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവര് ലഷ്കർ ഇ തൊയ്ബ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ പ്രത്യേകിച്ചും പ്രാദേശിക കമാൻഡർ ഉൾപ്പെടെ 3 പേരാണ് വധിക്കപ്പെട്ടത് എന്നുള്ളതാണ് സൈന്യം വ്യക്തമാക്കുന്നത്. ഇവർ 3 പേരും മേഖലയിലെ സമീപകാല ഭീകര പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. അതോടൊപ്പം ഇവരിൽ നിന്നും AK സീരീസ് റൈഫിളുകളും വെടിമരുന്നും ഗ്രനേഡ് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ആയുധശേഖരം കൂടി കണ്ടെടുത്തിട്ടുണ്ട് എന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. രഹസ്യാന്വേഷണ ഏജൻസിയുടെ വിവരത്തെ തുടർന്നാണ് ഈ പ്രദേശങ്ങളിൽ, ഇത് വനമേഖലയാണ്, ഈ വനമേഖലയിൽ പരിശോധന തുടരുന്നത്. ഇന്ത്യൻ സൈന്യവും ജമ്മുകാശ്മീർ പോലീസും CRPFും സംയുക്തമായ ഒരു ഓപ്പറേഷനാണ് ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഭീകരത ഇല്ലാതാക്കാനുള്ള ദൗത്യത്തിൽ അചഞ്ചലമായി തുടരുമെന്നാണ് ഇപ്പോൾ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുള്ളത്. സ്വാതി, ഇപ്പോഴും ഈ വനമേഖലകൾ കേന്ദ്രീകരിച്ചുള്ള സൈന്യത്തിന്റെ പരിശോധന തുടരുന്നുണ്ടോ? അതെ, തീർച്ചയായും ഈ പരിശോധനകൾ എല്ലായിടങ്ങളും തുടരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വെടിനിർത്തൽ കരാറൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും ഭീകരവാദികൾക്കെതിരായിട്ടുള്ള പ്രവർത്തനം വലിയ രീതിയിൽ ജാഗ്രതയോടെ തന്നെയാണ് സൈന്യം മുന്നോട്ട് പോകുന്നത്. വനമേഖലകളിലടക്കം നിരവധി സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് ഈ ഭീകരവാദികൾക്കെതിരായിട്ടുള്ള സംയുക്ത ഓപ്പറേഷൻ എപ്പോഴും തുടരുകയാണ്. സ്വാതി, നേരത്തെയൊക്കെ തന്നെ ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വന്ന സ്ഥിരീകരണം ഇന്ത്യക്കെതിരെ തിരിച്ചടിച്ചു എന്നുള്ള മാത്രമല്ല എക്സ് ഹാൻഡിലുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ത്യക്കെതിരെ വളരെ വലിയ രീതിയിൽ തിരിച്ചടി നൽകി എന്നുള്ളതൊക്കെ. പക്ഷേ ഇപ്പോൾ സൈന്യത്തിന്റെ സ്ഥിരീകരണം വരുമ്പോൾ ആ നിലയിലുള്ള പാകിസ്ഥാന്റെ ചില വാദങ്ങൾ തെറ്റാണ് എന്നുള്ളത് കൂടി വ്യക്തമാവുന്നുണ്ട് അല്ലേ? അത്തരത്തിലുള്ള വിശദാംശങ്ങൾ യഥാർത്ഥത്തിൽ സൈന്യത്തിന്റെ പ്രസ്താവനയിലൊന്നും സൂചിപ്പിച്ചിട്ടില്ല. ഈ ഭീകരവാദികളെ ഈ വനാതിർത്തി മേഖലകളിൽ നിരന്തരമായി അവരുമായുള്ള ഏറ്റുമുട്ടലുകൾ തുടരുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഈ ഭീകരവാദികളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും നിഷേധിക്കുന്ന ഒരു സമീപനമുണ്ട്. എന്നിരുന്നാൽ പോലും വനമേഖലകളിൽ നിരന്തരമായി പ്രാദേശിക ഭീകരരുടെ എണ്ണം കൂടുതലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്റലിജൻസ് വിവരം നൽകുന്ന വിവരം. അതിന്റെ ആ ഒരു നിർദ്ദേശമനുസരിച്ച്, ഇന്റലിജൻസ് വിവരത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇപ്പോൾ സൈന്യം ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനകളും തിരച്ചിലും ഊർജിതമാക്കിയിട്ടുള്ളത്. ഈ തെരച്ചിലുകൾ ഒക്കെയാണ് ഇത്തരത്തിൽ ഭീകരവാദികളെ കണ്ടെത്തുകയും അവരുമായുള്ള ഏറ്റുമുട്ടലിൽ ഭീകരവാദികളെ വധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വധിക്കപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട 3 ഭീകരരും നിലവിൽ ലഷ്കർ ഇ തൊയ്ബയുടെയും ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെയും പ്രാദേശിക കമാൻഡോ ഉൾപ്പെടെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ശരി സ്വാതി, ഷോപ്പിയാൻ ജില്ലയിൽ ഭീകരരെ വധിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് സൈന്യം. സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.